ഹായ് എവ്രിവൺ. അപ്പം നമുക്കിന്ന് ബാക്കിയൊന്ന് ചോറ് വെച്ചിട്ടൊരു അടിപൊളി ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓംലെറ്റിനകത്ത്. അപ്പം നമുക്കിത് വൈകിട്ട് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് പണികളൊന്നും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ റൈസ് ഓംലെറ്റ്. അപ്പം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ സവാളയാണ് കേട്ടോ. ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്തത് നമ്മുടെ മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഇത്രയും ചേർത്ത് കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം സ്പൂണോ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനൊരു പാനോടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ, നമ്മുടെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മൾ ഇടുന്നത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രീൻ ക്യാപ്സിക്കം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ യെല്ലോ ആൻഡ് റെഡ് കളറിൽ നമ്മുടെ ബെൽ പെപ്പർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടോ, എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടില്ലേ നമ്മുടെ ഓംലെറ്റ്. ഇപ്പം റെഡ് ഉണ്ട്, ഗ്രീൻ, യെല്ലോ എല്ലാം കൂടെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ വെജിറ്റബിൾസും നമ്മുടെ മുട്ട എല്ലാം കൂടി ചേർന്നിട്ട് ഹെൽത്തി ഓംലെറ്റ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊന്ന് തിരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് കുക്കായി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓംലെറ്റ് റെഡിയായി കിട്ടും നമുക്ക്. അപ്പം നമ്മൾ 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടൊരു റെസിപ്പി അല്ലേ. ഒരുപാട് പണികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ടഫേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.